സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് ബി.ജെ.പിയിലേക്ക് ഇന്ന് അംഗത്വം സ്വീകരിക്കുമെന്ന് പത്മിനി തോമസ് 24-നോട് പറഞ്ഞു. കോൺഗ്രസിൽ വേണ്ട പരിഗണന ലഭിച്ചില്ലെന്നും അതൃപ്തി ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നുവെന്നും പത്മിനി തോമസ് പറഞ്ഞു. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്താണ് വിശദാംശങ്ങൾ? ജയശങ്കർ, കേൾക്കാമെങ്കിൽ എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് പത്മിനി തോമസ് ബി.ജെ.പിയിലേക്ക് മാറുക? ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? അതായത് വേണു, ഇന്ന് 11 മണിക്ക് ബി.ജെ.പി ആസ്ഥാനത്ത് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് പത്മിനി തോമസിനെ ബി.ജെ.പി അംഗത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഒരുക്കങ്ങളും ബി.ജെ.പി ആസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട്. അവർ പറയുന്നത് തനിക്ക് പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച പാർട്ടി നേതൃത്വത്തിന് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. പക്ഷേ വളരെ മോശം സമീപനമാണ് ഉണ്ടായത്. ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം വിശദമായി മാധ്യമങ്ങളെ കാണാമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ്. സംസ്ഥാനത്തെ ചില നേതാക്കൾ ഇന്ന് ബി.ജെ.പിയിൽ ചേരുന്നു. നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസിൻ്റെ പ്രാദേശികമായ സുപ്രധാനമായ ചുമതലകളിലിരുന്ന പോഷക സംഘടനകളുടെ ഉൾപ്പെടെ ചുമതലകളിലിരുന്ന നേതാക്കളാണ് ബി.ജെ.പിയിലേക്ക് പോകുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് വരും മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ നൽകാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയാണ് ഈ ഒരു കൂടുമാറ്റം എന്ന് പറയുന്നത്. CPM ഉൾപ്പെടെ ഇത് വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കും. എന്തായാലും കോൺഗ്രസിൻ്റെ വലിയ ചുമതലകളിലിരുന്ന കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം വളരെ അടുത്ത ആളായിരുന്ന പത്മിനി തോമസാണ് പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ ഉൾപ്പെടെ അധ്യക്ഷ പദവിയിൽ ഇവർ ഇരുന്നിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും സവിശേഷമാണ്. എന്തായാലും 11 മണിയോടുകൂടി പത്മിനി തോമസ് ബി.ജെ.പിയുടെ ഭാഗമാകും. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണും. വേണം ജയശങ്കർ, പാർട്ടി നേതൃത്വത്തെ ഈ കാര്യത്തിലുള്ള അതൃപ്തി നേരത്തെ പത്മിനി തോമസ് അറിയിച്ചിരുന്നെന്ന് അവർ പറഞ്ഞല്ലോ. ആ കാര്യങ്ങളിലൊന്നും നേതൃത്വം ഇടപെടാതിരിക്കുകയായിരുന്നോ? വേണു, നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തൻ്റെ അതൃപ്തികൾ, തനിക്ക് പരിഗണന ലഭിക്കാത്ത കാര്യമെല്ലാം തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കത്തുൾപ്പെടെ നൽകിയിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടായില്ല. ആ ഒരു ഘട്ടത്തിലാണ് ബി.ജെ.പി സമീപിക്കുന്നത്. അങ്ങനെയാണ് ബി.ജെ.പി അംഗത്വം എടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പത്മിനി തോമസ് കടക്കുന്നത്. ഇവരുടെ കാര്യം മാത്രമല്ല, മറ്റ് പല പ്രാദേശികമായ പല ജില്ലകളിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളും ബി.ജെ.പിയുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല ആളുകളും ബി.ജെ.പിയിൽ പോകണമെന്നൊരു നിലപാടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പലരും കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്കുള്ള ഒരു അംഗത്വം സ്വീകരിക്കുന്നത് നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത്. മുൻ മന്ത്രിമാരുൾപ്പെടെ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ നേതാക്കൾ കൂടുമാറുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. വലിയ തോതിൽ വിശദീകരണം നൽകേണ്ടി വരും. പ്രവർത്തകരുടെ ഉൾപ്പെടെ മനോവീര്യം തകർക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഇത്. എന്തായാലും ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിക്കേണ്ടി വരും. കാരണം കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന സമയത്ത് സംഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. പക്ഷേ അതിനുശേഷം KPCCയുടെ ഒരു പുനഃസംഘടന പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ എല്ലാം തന്നെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു അമർഷമാണ് ഇത്തരത്തിൽ കൂടുമാറ്റത്തിലൂടെ ഈ നേതാക്കൾ പ്രകടിപ്പിക്കുന്നതെന്നത് വ്യക്തമാണ്. വേണു, ശരി. എ.വി. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.